ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഷോട്ട് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണിത്. കഴിഞ്ഞ കുറേ ദിവസത്തെ വീഡിയോസ് നോക്കിയാൽ എല്ലാവരും നമ്മൾ കുറേ ഡിസൈൻസ് ഫ്രണ്ട് ഷോട്ട് മാത്രം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് ഷോട്ട് അറിയാമെങ്കിൽ നമുക്ക് കുറേ നല്ല ഡിസൈൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എംബ്രോയിഡറി അധികം അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ഷോട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എംബ്രോയ്ഡറി സ്റ്റിച്ച് നല്ല ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം നോക്കാം. അതിനായിട്ട് നമ്മൾ ബേസിക് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. എംബ്രോയ്ഡറി ഫ്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ എംബ്രോയ്ഡറി നീഡിലും യൂസ് ചെയ്യണം. അപ്പോൾ സാധാരണ പോലെ തന്നെ എംബ്രോയ്ഡറി ഹൂപ്പിൽ നമ്മളിതുപോലെ ഫാബ്രിക് നല്ല ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആദ്യം സൂചി അടിയിലൂടെ മുകളിലേക്ക് എടുക്കാം. ഇത് ഇങ്ങനെ എടുത്ത് സാധാ എല്ലാ സ്റ്റിച്ചും ചെയ്യുന്ന പോലെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കണം. ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഈ സൂചി കൊണ്ട് കണ്ടോ ഇതുപോലെ. അപ്പോൾ ഈ സൂചിയിൽ ഇങ്ങനെയാണ് ചുറ്റേണ്ടത്. ഇതുപോലെ 2 പ്രാവശ്യം ചുറ്റുക. എന്നിട്ട് അതിനടുത്തായിട്ട് തന്നെ നമ്മൾ തിരിച്ച് കുത്തി ഇറക്കുക. അപ്പോൾ ഇങ്ങനെ താഴ്ത്തി ഇറക്കുമ്പോൾ നമ്മൾ നോക്കണം, ഇത് കുറച്ചൊന്ന് നമ്മൾ ഇതുപോലെ വലിച്ചു പിടിക്കണം. ഇല്ലെങ്കിൽ അവിടെ കറക്റ്റായിട്ടുള്ള നോട്ട് വീഴത്തില്ല. ചെറുതായിട്ട് വലിച്ചു പിടിച്ചിട്ട് സൂചി താഴേക്ക് എടുക്കുക. എപ്പോഴും വിടരുത്, അങ്ങ് അടുത്തെത്താറാകുമ്പോൾ മാത്രമേ വിടാവൂ. കണ്ടോ, ഇപ്പം കറക്റ്റായിട്ടൊരു നോട്ട് വീണുണ്ടോ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. സൂചി മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് സൂചി ഇതുപോലെ വെച്ച് സൂചിക്ക് ചുറ്റുമായിട്ട് തിരിച്ച് ചുറ്റരുത്. തിരിച്ച് ചുറ്റിയാൽ കറക്റ്റായിട്ട് വരില്ല. ഇങ്ങനെ തന്നെ ചുറ്റണം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കുത്തിയിട്ട് അതിനടുത്തായിട്ട് തന്നെ കുത്തി ഇറക്കുക. അപ്പോൾ ആ ഒരു ടെൻഷൻ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഈ നൂലിങ്ങനെ പിടിച്ചേക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഉണ്ടോ, അപ്പോൾ കറക്റ്റായിട്ടുള്ള നോട്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ തിക്നെസ് നമ്മുടെ ഫാബ്രിക്കിനും നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ഇപ്പം നമുക്ക് 2 നോട്ട് അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാനിത് 3 പ്രാവശ്യമാണ് ചുറ്റിയേക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി വലിയ തിക്നെസ്സിലായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ചധികം ഡിസൈൻസിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.